എപ്പോഴത്തെയും പോലെ തന്നെ എല്ലാവരും സ്റ്റേഡിയം ഇറങ്ങി ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ശരിക്കും ഞങ്ങൾക്ക് ബസ് സ്റ്റോപ്പിൽ നിന്ന് കോളേജിലേക്ക് 2 രൂപ കൊടുത്താൽ മതി, പക്ഷേ 10 രൂപ കൊടുത്തതുപോലെ സീറ്റിൽ കയറിയിരിക്കുക. ഞങ്ങൾ നേരത്തെ എത്തിയതുകൊണ്ട് തിരക്ക് വരുന്നതിന് മുമ്പ് ബസ്സിൽ കയറിയിരുന്നു. ശേഷം ബസ് ഇറങ്ങി കോളേജിലേക്ക് നടക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഞാൻ മുമ്പിട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് സ്പോട്ട് അലോട്ട്മെന്റിൽ നമ്മുടെ കൂട്ടുകാരൻ ഇങ്ങോട്ട് വരുന്നത്. ആ കൂട്ടുകാരാണ് ഈ കൂട്ടുകാരൻ. ഇന്ന് കോളേജിൽ എന്റെ 5ാമത്തെ ദിവസം. ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ കൂട്ടുകാരനെ കിട്ടിയത് വന്നിട്ട് മെക്കാണ്, പക്ഷെ ഞങ്ങളെല്ലാവരും ഇൻസ്ട്രുമെന്റേഷനിലാണ്. അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ 2 പിരിയും. ശേഷം പിന്നെ ഇന്റർവ്യൂവിൽ ലഞ്ച് ബ്രേക്ക് ആയാലും ഞങ്ങൾ കണ്ടുമുട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ഇതുപോലെ അങ്ങോട്ട് വെറുതെ നടക്കാൻ ഇറങ്ങും. ശേഷം കോളേജൊക്കെ കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിൽ നടക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ബസ് സ്റ്റോപ്പിലേക്ക് പോകണമെന്ന് മുമ്പ് മെക്കാനിക്ക് പഠിക്കുന്ന വേറൊരു കൂട്ടുകാരനെ കാണാൻ വേണ്ടി എല്ലാവരും കൂടി ഗ്രൗണ്ടിൽ വന്നിരിക്കുകയാണ്. ഇത്ര ദിവസം പെയ്ത മഴന്റെ ഒന്നും ഒരു പൊടി പോലും കാണാനില്ല. ഇപ്പോഴൊക്കെ നല്ല വെയിലാണ്. കൂട്ടുകാരെ ഫോണിൽ കൂടെ എന്തെങ്കിലും ഇന്റർനാഷണൽ ഡീലിംഗ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ ഞങ്ങൾക്ക് പോലും അറിയില്ല ഇവന്റെ രഹസ്യങ്ങൾ. ഇയാള് ഇന്ത്യൻ മിലിറ്ററിയുടെ സൈബർ ഇന്റലിജൻസ് വിങ്ങിന്റെ കമാൻഡിംഗ് ഓഫീസർ മേജർ ശ്രീകുമാർ. പിന്നെ ഇന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് വലിയ തിരക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ബസ്സിൽ കയറിയും സീറ്റ് കിട്ടി. പിന്നെ ബോറടിക്കാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് വറുത്ത കടല വാങ്ങി കറുമുറ തിന്നു. അത് കഴിഞ്ഞ് നേരെ ജിമ്മിക്ക് വിട്ടു. ഇന്നത്തെ വർക്കൗട്ട് വന്നിട്ട് ലാറ്റ്സിനും ബൈസെപ്സിനുമാണ്. കോളേജിൽ ചേർന്നതിന് ശേഷം ഞാൻ 4 കിലോ വീണ്ടും കമ്മിയായി. കാരണം ഇപ്പൊ ഞാൻ മര്യാദയ്ക്ക് ഡയറ്റ് ഒന്നും ഫോളോ ചെയ്യുന്നില്ല. പിന്നെ ഈ മാസം വന്നിട്ട് ഞാൻ മര്യാദയ്ക്ക് ജിമ്മിക്കും പോയിട്ടില്ല. പിന്നെ എനിക്ക് ഇതുപോലെ വെയിറ്റ് കുറയേണ്ടത് ആദ്യമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് പോയ വെയിറ്റ് ഞാൻ തിരിച്ചു കയറ്റും. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം.